हे गाइस वेलकम बैक टू आवर चैनल। तो हम आ गए वापस बिल्कुल एक न्यू पार्ट के साथ प्रेमम के। और यार हम लोगों ने देखा कि कैसे इस मूवी में अलग ही ट्विस्ट आ गया है। बेसिकली कि जो माला है, लव स्टोरी शुरू होने से पहले उसको मेमोरी लॉस हो गया है। बाकी देखते कि पार्ट कैसे होने वाला है। सो फिर आप भी देखिए, हम भी देखते हैं। लेट्स स्टार्ट। ദേ, ഞാൻ കൊടൈക്കനാൽ പോവാണ്. എന്തിന്? അറിവഴകം വിളിച്ചിരുന്നു. അവരുടെ കല്യാണമാണ്. അതുകൊണ്ട് പ്രീ വെഡിങ് റിസപ്ഷനോ എന്തോ. നീ കൊടൈക്കനാൽ പോകണ്ട. ഞാൻ പോവും. എത്ര പ്രാവശ്യം പോയതാ? ഞാൻ പോയിട്ട് അവരുടെ അടുത്ത് പറയും. कि माला की शादी हो रही है क्या? എന്ത് പറയാൻ? क्या उसको तो नहीं ഞാൻ है? നമ്മൾ ഇഷ്ടമെന്ന് പറയും. എടാ അവൾക്ക് എന്റെ പേര് പോലും ഓർമ്മയില്ല. പിന്നെ നീ അവളെ കൊണ്ട് ഇഷ്ടം തൊട്ട് എന്ത് കാര്യം? എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ പോവും. എടാ എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങളമ്മ ഇഷ്ടമാണെന്ന്. പക്ഷെ അവരുടെ മുമ്പിൽ നീ വേറെ സ്റ്റുഡന്റാ, അവള് ടീച്ചറും. എനിക്ക് ആരുടെ മുമ്പിൽ തെളിയിക്കേണ്ട കാര്യമൊന്നുമില്ല. माला എടാ തെളിയിക്കണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വരേണ്ട വഴിയുള്ള ഈ കാര്യം വേറെ ആർക്കാ അറിയാവുന്ന മലർന്നല്ലാണ്ട്. എല്ലാവരും മുമ്പിൽ തെളിയിക്കുന്ന നിർബന്ധമില്ല. എന്റെ സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ കള്ളം കുടിച്ച് തീർന്ന് വിളിച്ചിരിക്കും. എടാ ചോർത്ത് നീ പ്രാക്ടിക്കലായിട്ട് പിന്നെ ചിന്തിക്കും. പ്രാക്ടിക്കലും പറയാൻ ഭയങ്കര എളുപ്പമാണ്. ഈ സ്ഥാനത്ത് നിന്ന് നോക്കൂ. എടാ പുല്ല് നിന്റെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല, ഞങ്ങൾക്ക് വരാനൊരു ബുദ്ധിമുട്ടില്ല. പക്ഷെ അവിടെ പോയിട്ട് എന്ത് കാണിക്കാനാ? അവിടെ നമ്മൾ പോയല്ല, നിന്റെ പേര് പോലും അവളെ ഓർത്തില്ല. ഇവിടെ കിടന്ന് മോങ്ങില്ലേ നീ? ഇനി മതി. बेचारा वो माला की शादी में जा रहा है। वो किसके साथ किसके साथ नहीं की उसकी शादी? सोचो बहुत ऐसा लग रहा है। सस्पेंस। कौन कोई और ही है। Yes. ये जाने दो। ये तो नहीं ड्रामा कर रहे हैं यार। अगर ये माला से ना किसी की थर्ड बार रिस्पेक्ट होगा, हार्ट ब्रेक। प्लीज यार उसकी नाक भी आए। आठ साल बाद। अब यार 8 साल बाद कैसी जिंदगी होगी। इसका 2 बार इसका हार्ट ब्रेक हो गया है। പ്രമോദേ, ഡോണന്റെ കാര്യം എന്തായി? അതിപ്പോ തീരും. ഇന്നെങ്ങാനും കഴുകി തീരോ? എടാ ഡോണന്റെ പരിപാടി കേക്കിലേക്ക് കയറിക്കോ. ആ ശരി. ആ ജോജ് ഇതുവരെ വന്നില്ലേ? ഏയ് തമ്പുരാന്റെ സമയമാവണല്ലേ ഉള്ളൂ. എന്തായി പെണ്ണാണ് വന്നിട്ട്? ഓ അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. ധൃതിന്ന് പിടിക്കണ്ട, സമയം നടന്നോളൂ. അത് വൃത്തിയായിട്ട് ആ ये कौन है? इसका शादी नहीं നേരെ കിട്ടൂടെ? बट जोजो तो वो लड़का है जिनके साथ हाँ, इन्होंने डांस किया था। ये ഇത് क्या നിനക്ക് ഇവിടെ सीन ആരുമില്ലേ? है? जोजो है ये तो। ബേബി ചേട്ടോ. ആ ये शायद इसमें काम करता है। शायद इसको भी याद आए कुछ। ഹായ്, ഗുഡ് മോർണിംഗ്. എന്താണ് ലേറ്റ് ആയത്? എന്താ ലേറ്റ് ആയത്? बहुत खड़ूस है। വൈകിപ്പോയി.
അതല്ലേ ചോദിച്ചു എന്തുകൊണ്ടാണ് അത് പപ്പയുടെ ആണ്ടായിരുന്നു പള്ളിയിലൊക്കെ പോയി വന്നു. ആണ്ടാണ് ചെള്ളി കുന്ത്രണം വെച്ചോണ്ട് നടക്കണം. ഇന്ന് ഷേവ് ചെയ്തോ? നല്ല ഭംഗിയുണ്ടല്ലോ. നീ എന്റെ ഇതിന് ഷേവ് കണ്ടിട്ടില്ലേ? ഇല്ല അല്ല കണ്ടിട്ടുണ്ട്. അതാ പറഞ്ഞ നല്ല ഭംഗിയുണ്ട്. എനിക്ക് ചെടി സാധനമൊക്കെ നനച്ചു വെച്ചൂടെ? അല്ല ഞാൻ അവന്മാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നനച്ചു വെക്കാനായിട്ട്. എടാ പ്രമോദ് അക്കൗണ്ട് ശരിയാക്കാൻ വേണ്ടി എന്തായി? അത് ഞാൻ സി ഡ്രൈവിൽ കോപ്പി ചെയ്തിട്ടുണ്ട്. പോയി ഡ്രസ് മാറിക്കോ. എടാ പ്രമോദേ यार ये याद है जो उस साइड गया था, उसने उस साइड जाना था और उसी दिन ही उनका एक्सीडेंट हुआ है। कुछ गड़बड़ लग रही है। वही पहले वो उस साइड गया फिर वो उस साइड गया फिर नहीं गया। क्या सुनते हैं की वजह से उनका एक्सीडेंट हुआ, तभी उसके कजन चोट आई। और जो भी यहाँ क्या कर रहा है ये बहुत खुश है। क्या चल रहा है? എടാ ഇവിടെ നാല് പാർക്കിംഗ് ഇല്ലേ? താഴെ പിടിച്ചേ. പിടിച്ച് സാറേ ഈ ചാതി സാധനങ്ങൾക്കൊന്നും ഇവിടെ പാർക്കിംഗ് ഇല്ലാട്ടോ. മുതലാളി കണ്ടു കഴിഞ്ഞാൽ ഇതില് പേരല്ല കുതിര. ഇതാര് കുതിരപ്പുറത്ത് പിടിച്ച പെട്ടെന്ന് പറഞ്ഞ ഇതിനിവിടെ പാർക്കിംഗ് ഇല്ലാത്തതാണ്. തന്റെ പേരെന്തോ? ബേബി. ബേബി. ഇവനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഇവനെ മനസ്സിലായില്ലേ? ഇല്ല. ഓ നമ്മുടെ ഗോപൂസ് മുമ്പിലേക്ക് വന്നോണ്ടിരുന്നല്ലേ. മഴയാ? ഐശ്വരി സൂക്ഷിച്ചു ഓർഡർ ഇതൊക്കെ കൊള്ളാലോ. സർ പേരെന്താ? ഐശ്വര്യ. ഐശ്വര്യ മാരീഡ് ആണോ? അല്ല, यार ये वेट्रेस വീടെടുത്താണോ? ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. ഓ കഴിക്കാൻ എന്താ ഉള്ളേ? ഇവിടെ കഴിക്കാൻ ടീ ഉണ്ട്, കോഫി ഉണ്ട്, പിന്നെ കേക്ക്സ് ഉണ്ട് സർ. സ്വീറ്റ് ആയിട്ട് പേസ്ട്രീസ് ഉണ്ട്, കേക്ക്സ് ഉണ്ട് സർ. ഓ അങ്ങനെയാണെങ്കിൽ ഒരു മാർബിൾ കേക്കും ഒരു മീഡിയം ചായ എടുത്തോളൂ. മീഡിയം ചായ ഇല്ല സർ, റെഗുലർ ചായ ഉണ്ട്, വിത്തൗട്ട് മസാല ഉണ്ട്, പിന്നെ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് പോട്ടി ഉണ്ട്. പോട്ടിയോ? പോട്ടി സർ. ഐശ്വര്യ അവിടെ വിളിക്കുന്നുണ്ട്. ഓക്കെ. ഓർഡർ ഞാൻ എടുത്തു. പോട്ടിയല്ല പോട്ടി. ആ നീ ഏതാ? ഞാനിവിടെ വർക്ക് ചെയ്യുന്നതാണ്. ചായ അടിക്കാരനല്ലേ? അല്ല ഞാനിവിടെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. മാനേജറാ? അതെ. നല്ല അഹങ്കാരം ഉണ്ടല്ലോ എന്റെ മുഖത്ത്. സാർ ഓർഡർ വന്നു. ഒരു ചിക്കൻ സമൂസ എടുത്തോ. കോഴി ഐറ്റംസ് ഒന്നും ഇവിടെ എടുക്കാറില്ല സാർ. കോട്ടിട്ടാലും കോഴി എന്നുള്ള പേര് പോവില്ലല്ലോ. വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി. നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ ഓക്കെ. ഓർഡർ यार ये क्या है? ഏതേ കൊള്ളക്കാരൻ? അത് നമ്മുടെ റെഗുലർ കസ്റ്റമർ ആണ്. ആണാ? അതെ. ആ ബന്നും പാൽച്ചായ എടുക്ക്. ബണ്ണും പാൽച്ചായ അല്ലത്, വെജ് സാൻഡ്വിച്ചും കോൾഡ് കോഫിയാണ്. എനിക്കറിയാം, ഞാൻ നിന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ. ഓക്കെ ആ സംഭവം എടുത്തോ. ഇവൻ എന്നെ മനസ്സിലായില്ലേ? ഇതൊക്കെ ഒന്ന് കഴുകി വെച്ചൂടെ? ഒരു മാറ്റമില്ല. അവന് ഭ്രാന്ത്. അതെ ഈ ടേബിളിലേക്ക് വെച്ചോ. ഈ ടേബിളിലേക്ക് തന്നാ മതി. ഹലോ. Hello. സുഖമായിട്ടിരിക്കുന്നോ? Sorry, what happened? Who are you? Who are you? വീഡിയോ Bombay? ബോംബെയോ? Yeah. എടാ മോനെ, എന്താ അവിടെ തന്നെ വന്നത്? अच्छा പിന്നെ ഇന്ത്യക്കാര് പറ്റില്ല, അപ്പോഴാണ് ബോംബെക്കാര്. മറ്റോടെ ഇന്ത്യ. അല്ല അപ്പൊ ഇവിടെ വരണ്ടേ?
भाई साहब देखना ഹലോ ഒരു കേക്ക് വേണമായിരുന്നു. സോറി ഷോപ്പ് ഈസ് ക്ലോസ്ഡ്. അല്ലേ ചേട്ടാ ഒരു സർപ്രൈസ് പാർട്ടിയാ, ഈ സമയത്ത് വേറെ ഷോപ്സ് ഒന്നും ഓപ്പൺ ഇല്ല. अच्छा ആക്ച്വലി നമ്മളിവിടെ ക്ലീനിങ്ങിലാണ്. ആ കുഴപ്പമില്ല. ഏത് കേക്കാണ് വേണ്ടത്? ഒരു വൈറ്റ് ഫോറസ്റ്റ് 1 kg. यार अभी तक वो कहाँ है वो तो दिख ही नहीं रही है വെള്ളം വെള്ളം അല്ല അവിടെ ഇല്ല. Should I write something? യാ ഹാപ്പി ബർത്ത്ഡേ അപ്പു. Okay. അല്ല ഹാപ്പി 25th ബർത്ത്ഡേ അപ്പു. Okay. ഇതിന്റെ കവറും പാക്കറ്റൊക്കെ ഒന്ന് എടുത്തേക്കായിരുന്നു. ആയിക്കോട്ടെ. ഇവിടെ എന്താ ये लड़की कौन है ആരാണ് ഈ അപ്പു? अच्छा അപ്പുവിൻ്റെ ബ്രദറാണ്. അയ്യോ ഓ. തെറ്റിപ്പോയി. സോറി. ഞാൻ എഴുതിയതായിരുന്നു. ഇല്ല സോറി. ये शायद वेरो उसके साथ टिकट। फ्लर्ट कर रहा है और शादीशुदा है ടിക്കറ്റ് നമുക്ക് കേൾക്കാം. ഇപ്രാവശ്യം ശരിയാവും. ശരിയാവില്ലേ? അപ്പോ बोलते हैं Is it okay? യാ നന്നായിട്ടുണ്ട്. Okay. Pack it. ആ എത്രയായി? 450. ആ. ബാലൻസ്. താങ്ക് യു. ക്യാൻഡിൽസ് നൈഫ് അതിൻ്റെ അകത്തന്നെ വെച്ചിട്ടുണ്ട്. ആ ബ്രദറിൻ്റെ അടുത്ത് എൻ്റെ ബർത്ത്ഡേ വിഷസ് പറഞ്ഞത്. എൻ്റെയും പറഞ്ഞു. എന്തായാലും പറ. यार लिटरली जो उसका मतलब कि पति है वो उसके साथ फ्लर्ट कर रहा था और शादीशुदा है अब मतलब कि लाइक हर साल बाद देखेंगे कि क्या हुआ है लाइक अब चीज़ें कैसी हो जाएगी अब ये तो पता नहीं है और लाइक शायद वो चीट कर रहा है उस पर कि क्या कर रहा है और अभी तक हम लोगों ने वो तो नहीं देखा कि जॉर्ज कहाँ है एग्जैक्टली अब जॉर्ज को लेके इतना ज़्यादा क्यूरियोसिटी हो रही है कि जॉर्ज कहाँ है. उसने देखा वो गया है माला की शादी में एंड उसने हर एक चीज़ देखी है अपने उससे. बट अब देखते हैं कि जॉर्ज कहाँ है, वो क्या कर रहा है इस टाइम पे और उसकी क्या कंडीशन है. तो वो चीज़ देखने के लिए हमें अगला पार्ट देखना पड़ेगा. वही तो कैसे ही था हमारा रिएक्शन आप लोगों को कैसा लगा प्लीज कमेंट करके जरूर बताइएगा अगर अच्छा लगे तो प्लीज इस पार्ट को लाइक करिए शेयर करिए कमेंट करिए और अगर इस चैनल पे नहीं हो तो सब्सक्राइब करिए. बाय.